കർക്കടക മാസത്തിലെ കറുത്ത വാവ് ദിനത്തിൽ പിതൃക്കൾക്കു വേണ്ടി പിതൃബലിയും പിതൃപൂജയും നടത്തപ്പെടുന്ന ക്ഷേത്രമാണ്. ഇത് ആദ്യകാലങ്ങളിൽ വെന്നിമല ക്ഷേത്രത്തിൽ മാത്രമേ ഈ ബലിയും പൂജകളും ഉണ്ടായിരുന്നുള്ളൂ. തുടർന്ന് കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ തിരുവല്ലം, അതുപോലെ തന്നെ വർക്കല തുടങ്ങിയ പല ക്ഷേത്രങ്ങളിലും ഇതുപോലെയുള്ള ബലികൾ ആരംഭിക്കുകയുണ്ടായി. ഈ ബലി നടക്കുന്നിടത്തുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു പ്രത്യേകത, ഇവിടെ ഒരു തീർത്ഥക്കുളമുണ്ട്. ഈ തീർത്ഥക്കുളത്തിൽ ഒരിക്കലും വറ്റാത്ത ഉറവയും നീരും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ശ്രീകോവിലിൽ നിന്നും പൂജിക്കുന്ന, അഭിഷേകം ചെയ്യുന്ന ഈ തീർത്ഥവും പൂക്കളും ഈ തീർത്ഥക്കുളത്തിൽ എത്തുന്നു എന്നാണ് ഭക്തജനങ്ങളുടെ സങ്കല്പം. വലിയ കുളത്തിൽ കുളിച്ചിട്ട് ബലിതർപ്പണം നടത്തി രണ്ടാമതാണ് തീർത്ഥക്കുളത്തിൽ കുളിക്കുന്നത്. അതിനുശേഷമാണ് പിതൃമണ്ഡപത്തിൽ വന്ന് പിതൃപൂജയും മറ്റും നടത്തപ്പെടുന്നത്. കേരളത്തിലെ അതിപ്രാചീനമായ ബലിതർപ്പണ കേന്ദ്രമാണ് വെന്നിമല ക്ഷേത്ര സങ്കേതം. ക്ഷേത്രോൽപത്തിക്ക് മുമ്പ് തന്നെ സന്യാസിമാരുടെ നേതൃത്വത്തിൽ ഇവിടെ ബലിതർപ്പണാദികൾ നടന്നു വന്നിരുന്നു. ആ മഹത്തായ പാരമ്പര്യ വഴി പിന്തുടർന്നുകൊണ്ട് 10,000-കണക്കിന് പിതൃഭക്തർ കർക്കിടക മാസത്തിലെ അമാവാസി ദിവസം ഇവിടെ ബലിതർപ്പണത്തിനെത്തുന്നു. ഗയയിൽ പോയി ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യുന്നതിന് സമമാണ് ഇവിടെ പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതെന്ന് പുരാണങ്ങൾ പറയുന്നു. കർക്കിടകത്തിലെ അമാവാസി നാളിൽ ദേവജനങ്ങൾ ജാഗ്രതായിരിക്കുന്ന സമയമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ തന്നെ ഈ ദിവസം നടത്തുന്ന ബലിതർപ്പണാദികൾക്ക് ഒരു വർഷത്തെ അനുഷ്ഠാനത്തിന്റെ ഫലം ലഭിക്കുമാറാകുന്നു. സർവചരാചരങ്ങൾക്കും വേണ്ടിയുള്ളതാണ് ബലികർമ്മങ്ങൾ. ലോകം മുഴുവൻ സുഖകരമായിരിക്കുവാനുള്ള അതിമഹത്തരമായ മാനവിക സങ്കല്പമാണ് ബലിതത്വത്തിന് ആധാരമായി വർത്തിക്കുന്നത്. ബ്രഹ്മണോ പിതൃവംശജാത മാത് തദവംശഭവാമതീയ വംശദ്വയേസ്മിൻ മമ ദാസഭൂതഭൃത്യ തദൈവ ആശ്രിതസേവകാശ്ച മിത്രാണി സഖ്യ. ബലിതർപ്പണ വേളയിൽ ഉരുവിടുന്ന ഈ അത്യുദാത്തമായ ശ്ലോകം വിശ്വമാനവികതയുടെ ബഹിർസ്ഫുരണമാണ്. എന്റെ മാതാപിതാക്കളുടെ വംശത്തിൽ പിറന്നവരും ഞാനുമായി നേരിട്ടും അല്ലാതെയും ബന്ധമുള്ളവരും കഴിഞ്ഞ 2 ജന്മങ്ങളിൽ എന്റെ ഭൃത്യരായിരുന്നവരും എന്നെ സേവിച്ചവരും സഹായിച്ചവരും എന്റെ ആശ്രിതരായിരുന്നവരുമായ എല്ലാവരും, എന്റെ എല്ലാ സുഹൃത്തുക്കളും പങ്കാളികളും, ജീവിതത്തിനായി ഞാൻ ആശ്രയിച്ചിട്ടുള്ള സസ്യജന്തുജാലങ്ങളും, എനിക്ക് നേരിട്ടും അല്ലാതെയും തുണ നൽകിയവരും, നിരവധി ജന്മങ്ങളിൽ എന്റെ പങ്കാളികളായിരുന്നവരുമായ ഈ ലോകത്തുള്ള ഏവർക്കും വേണ്ടി ഞാൻ ഈ പിണ്ഡവും പുഷ്പവും ജലവും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. എന്റെ മാതൃകുലത്തിൽ നിന്ന് മൺമറഞ്ഞു പോയ ഏവർക്കും വേണ്ടി മാത്രമല്ല, എന്റെ പിതാവിൻ്റെയും ഗുരുക്കന്മാരുടെയും ബന്ധുക്കളുടെയും മരുമക്കളുടെയും കുലത്തിലുള്ള പരേതർക്ക് വേണ്ടിയും, പോയ കാലത്ത് പിണ്ഡം സ്വീകരിക്കുവാൻ കഴിയാത്ത ഹതഭാഗ്യർക്കും, ഭർത്തൃപുത്ര കളത്രാദികളുടെ തുണയില്ലാതെ ക്ലേശിച്ചവർക്കും, പല കാരണങ്ങളാൽ മറ്റുള്ളവർക്കായി നന്മ ചെയ്യുവാൻ കഴിയാതെ പോയ ഏവർക്കും, ദാരിദ്ര്യത്തിൽ ജനിമരണങ്ങൾ കഴിഞ്ഞുപോയ എല്ലാവർക്കും, മ്ലേച്ഛരും അകാല ചരമം പ്രാപിച്ചവരുമായ പരേതർക്കും, ലോകം ദർശിക്കാനാകാതെ അമ്മയുടെ ഉദരത്തിൽ തന്നെ ചരമഗതി പൂണ്ടവർക്കും, മരിച്ചുപോയ അറിയുന്നതും അറിയപ്പെടാത്തതുമായ എന്റെ എല്ലാ ബന്ധുക്കൾക്കും, ഇവർക്കേവർക്കും വേണ്ടി കൂടിയും ഞാൻ ഈ പ്രാർത്ഥനയും പിണ്ഡവും ജലവും എള്ളും സമർപ്പിക്കുന്നു. ആഹ്ലാദപൂർവം ഈ ലോകവാസം കഴിച്ച അനശ്വരരായ ഏവർക്കും വേണ്ടി ഞാനിത് സമർപ്പിക്കുന്നു. സപ്തഭൂഖണ്ഡങ്ങളിൽ സഹസ്രാബ്ദങ്ങളായി ജീവിച്ചിരുന്ന ഏവർക്കും, എല്ലാ ജന്തുക്കൾക്കും ജീവജാലങ്ങൾക്കും വേണ്ടി, അവരുടെ ആത്മാക്കൾ സമാധാനത്തോടെയും സന്തോഷത്തോടെയും കൂടി വസിക്കുവാൻ ഞാൻ ഈ പിണ്ഡവും ജലവും അർപ്പിക്കുന്നു. ഓർക്കുക, നാം ഒരു കർക്കിടകവാവിന് ബലിയിടുമ്പോൾ നമ്മുടെ പിതൃക്കൾക്ക് മാത്രമല്ല, ഈ സമസ്ത ജീവജാലത്തിനും കൂടിയാണ് നാം ഓരോരുത്തരും ബലിയിടുന്നത്.